ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ ഒരു ഓർമ്മ ഞാൻ അദ്ദേഹവുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് അന്ന് റേഡിയോ നാടകങ്ങൾ മദ്രാശിയിൽ നിലക്കൂട് ക്രിസ്ത്യൻ ആർട്സിൻ്റെ സിലോൺ റേഡിയോയിലൊരു റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പ്രക്ഷേപണം ചെയ്ത ഒരു നാടകത്തിൽ ഇതുപോലെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നടീനടന്മാരും മദ്രാശിയിലെ മറ്റു കലാകാരന്മാരും അഭിനയിച്ച നാടകം പ്രക്ഷേപണം ചെയ്യുന്നു. അന്ന് ശ്രീനിവാസന്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാനത് ഈ ശ്രീനിവാസനാണെന്ന് അദ്ദേഹത്തോട് ആയിരുന്നില്ലെങ്കിൽ അദ്ദേഹം ശോത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ആ നാടകം കേട്ട് അദ്ദേഹത്തിനോട് ആ സംഭവം ചോദിച്ചവർ ആരും ഉണ്ടായിരിക്കില്ല അന്ന്. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു ആത്മബന്ധമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരക്കഥാകൃത്തും നടനും സംവിധായകനും ഒക്കെയായി അറിയപ്പെടുന്ന കേരളത്തിലൊരു സാംസ്കാരിക രംഗത്ത് ശ്രീനിവാസന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൊരു കാലം. അത്രത്തോളം ശ്രീനിവാസൻ ഉയർന്നു. ഞാൻ ഉയരാതിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, സ്വന്തം കാഴ്ചപ്പാടുകളും സ്വന്തം നിലപാടുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ താൻ പ്രവർത്തിക്കുന്ന രംഗത്ത് വളരെ ധൈര്യപൂർവ്വം നീങ്ങാനും